പ്രോഫിറ്റ് വളരെ കുറവാണെന്നല്ല, ആളുകൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10%. ഇവിടെ മന്ത്ലി 3% അല്ലെങ്കിൽ 2% കിട്ടത്തുള്ളൂ. 99% കേസുകളിലും നമ്മൾ പ്രോഫിറ്റബിളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ചെയ്യാം. 100 ദിവസം ട്രേഡ് ചെയ്തു, 100 ദിവസവും പ്രോഫിറ്റ് വേണം. മാർക്കറ്റ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി വരികയാണ്, റീറ്റെയിലേഴ്സിന് ട്രേഡ് ചെയ്യാൻ പാടായി വരികയാണ്. ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിയിരിക്കുന്നത് എവിടെയാണ്? ഇമോഷൻസിലാണ്. ഇപ്പോൾ നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. മാർക്കറ്റിൻ്റെ ഓരോ ക്യാൻഡിൽ കാണുമ്പോൾ ഇമോഷൻസ് വരിക. ഇത് ഒഴിവാക്കണമെങ്കിൽ എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വളരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് വലിയ പ്രോഫിറ്റ് എടുക്കാനായിട്ടാണ് ഇഷ്ടമെന്നല്ല, എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണ്. പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ വലിയൊരു ക്യാപിറ്റൽ ഉണ്ട്, വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ ചെറിയൊരു ഇൻകം ആണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ചില സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സ് എന്താണ്, അതിലുള്ള റിസ്ക് എന്താണ്, അതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് സംസാരിക്കേണ്ടത് ഷാരിഖിൻ്റെ 1% സ്ട്രാറ്റജിനെ കുറിച്ച് സംസാരിക്കാം. ഫാർ OTM അയൺ കോണ്ടോർ ലേറ്റസ്റ്റ് ആയിട്ടൊരു അടിപൊളി വീഡിയോ ആണ്. കാരണം ഒരു സ്ട്രാറ്റജി എങ്ങനെ, അതിൻ്റെ മെറിറ്റ്സ് എന്താ, ഡിമെറിറ്റ്സ് എന്താണ്, ആരാണ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ലേറ്റസ്റ്റ് വീഡിയോയിൽ ചെയ്തു. കുറേ നാൾക്ക് ശേഷമാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ബാംഗ്ലൂർക്കൊക്കെ ഓഫീസ് മാറിയതിന് ശേഷം വീഡിയോസ് അധികം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് നമുക്കിന്ന് എന്തായാലും ഡിസ്കസ് ചെയ്യാം. 1% ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി. വീക്കിലി 1% അതിൻ്റെ അത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിൽ ട്രേഡ് ചെയ്യുമ്പോൾ എത്ര ശതമാനം പ്രോഫിറ്റ് വേണം, ഒരു മാസം എത്ര ശതമാനം വേണം എന്ന് ആഗ്രഹം. നമുക്ക് എത്ര കിട്ടിയാലും നമുക്കത് ഇഷ്ടമാണ്. ഒരു 100% വെച്ച് കിട്ടിയാൽ കൊള്ളാം എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ നമുക്കറിയാലോ അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. പക്ഷേ എങ്കിലും തിരക്കേടില്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഹാപ്പി. അടിപൊളിയാണ്. അപ്പോൾ ഒരു 3% പ്രോഫിറ്റാണ് നമുക്കൊരു മാസം വേണ്ടതെങ്കിൽ ഒരാഴ്ച നമുക്ക് 1%, അതായത് ഇൻ കേസ് എന്തെങ്കിലും ലോസൊക്കെ വരുമ്പോൾ ആവറേജ് നോക്കുമ്പോൾ നമുക്കൊരു ആവറേജ് 3% കിട്ടും. അതായത് ഒരു വീക്കിലി 1%. ഒരാഴ്ച ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പയറി ഡേയ്സിലാണ് ഏറ്റവും അടിപൊളി. അപ്പോൾ എത്ര എക്സ്പയറി ഉണ്ടെന്ന് അറിയും? 4 എക്സ്പയറി. ഓക്കെ. അപ്പോൾ ഷാരിഖിൻ്റെ സ്ട്രാറ്റജിയിൽ അദ്ദേഹം കൂടുതൽ നിഫ്റ്റി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അത് ഓവർനൈറ്റ് ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്. എനിക്ക് ഓവർനൈറ്റ് ഇത്രയും ഫാർ OTMs സെല്ല് ചെയ്തുകൊണ്ട് കൈപിടിക്കാൻ വലിയ ധൈര്യമില്ല. അതെ, തീർച്ചയായിട്ടും ഇവിടെ ചെറിയ റിസ്ക് ഫാക്ടർ ഉണ്ട്, നല്ല റിസ്ക് ഫാക്ടർ ഉണ്ട്. ഓവർനൈറ്റ് പൊസിഷൻസ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺസ് ഒക്കെ OTM സെല്ല് ചെയ്യുമ്പോൾ 2 വർഷം മുമ്പ് നമ്മുടെ ഉക്രൈൻ റഷ്യ വാറിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 400 പോയിന്റ് മുകളിലാണ്. അപ്പം അന്നൊക്കെ ഈ സ്ട്രാറ്റജി ചെയ്യുന്നവർക്ക് നല്ല ലോസ് കിട്ടിയാണ്. അപ്പം അങ്ങനത്തെ റയർ കേസുകളേ ഉള്ളൂ. 10 പ്രാവശ്യം വിൻ ചെയ്യും, 10 1 പ്രാവശ്യം നല്ലൊരു ലോസ് അടിക്കും. അപ്പോൾ അത് മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ ചെറിയ ചേഞ്ചസ് വരുത്താം. ഓക്കെ, എല്ലാ എക്സ്പയറിയിലും മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ എത്ര എക്സ്പയറി ഉണ്ട്? മൺഡേ നമുക്ക് മിഡ് ക്യാപ്പ് ഉണ്ട്, ചൊവ്വാഴ്ച നിഫ്റ്റി ഉണ്ട്, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി ഉണ്ട്, വ്യാഴാഴ്ച നിഫ്റ്റി ഉണ്ട്. സെൻസെക്സ് ചെയ്യേണ്ട, നമുക്ക് NSE മാത്രം ചെയ്യാം. ലിക്വിഡിറ്റിയുടെ ഇഷ്യൂ വേണ്ട. അപ്പോൾ 4 എക്സ്പയറീസിന് നമുക്ക് ട്രൈ ചെയ്യാം. ഈ 4 എക്സ്പയറിയിലും പ്രോഫിറ്റ് കിട്ടിയിട്ട് 1% മതി. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര പെർസെൻറ്റേജ് വേണം? 0.3, ഒരു 0.25. അപ്പോൾ നമുക്കൊരു 0.3 ടാർഗറ്റ് ചെയ്യാം. 0.3 ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ 30,000 രൂപയ്ക്ക് നമുക്ക് ഇത്തരത്തിലുള്ള അയൺ കോണ്ടോസ് അല്ലെങ്കിൽ സ്പ്രെഡ്സ് ചെയ്യാം. പക്ഷേ 30,000 രൂപയല്ല, നമുക്കൊരു 5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലോട്ട്സ് ചെയ്താൽ ബ്രോക്കറേജ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഒരു 10 ലോട്ട് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 3x3 ഒരു മാക്സിമം നമുക്കൊരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയുടെ അടുത്ത് മാത്രം മതി. അപ്പോൾ നമുക്ക് 3 ലക്ഷം രൂപയാണെന്ന് കരുതുക. ഏകദേശം 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപയുടെ 1% എന്ന് പറയുന്നത് 3000 രൂപയാണ്. ഒരാഴ്ച നമുക്ക് 3000 മതി. 0.3% ഒരു ഡേ മതി. നമുക്ക് ഒരു ദിവസം 0.3% മതി. അപ്പോൾ 3000 നമുക്ക് പിന്നെയും കുറഞ്ഞ എത്രയാണ്? 1000 മതി. എത്ര? ഒരു ദിവസം 1000 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ മതി. 3 ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1000 ഒരു വീക്ക് 1% കിട്ടും. അപ്പോൾ ഒരു 10 ലോട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. 10 ലോട്ട്സിന് 1000 എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും 100 രൂപ ഒരു പെയറിൽ പ്രോഫിറ്റ് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം നോക്കുമ്പോൾ 15 ലോട്ട് സൈസ്. 15 × 10 പോലും നമുക്ക് എത്രയുണ്ട്? 150 ഉണ്ട്. അപ്പോൾ ഒരു 6 രൂപ 7 രൂപയുള്ള ഒരു കോളോ പുട്ടോ സെല്ല് ചെയ്താൽ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം.
ബട്ട് ഷാരിക്കൊക്കെ ചെയ്യുന്ന കുറച്ചുകൂടിയും പ്രീമിയം ഉള്ളതാണ്. ഓക്കെ, കുഴപ്പമില്ല, കുറച്ചുകൂടി പ്രീമിയം ഉള്ളതും വേണമെങ്കിൽ ചൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാൽ ഞാൻ പറയുന്നത് കുറച്ചുകൂടി OTMലോട്ട് പോയി കഴിഞ്ഞാൽ 10 പ്രാവശ്യവും നമുക്ക് ഇൻട്രാഡേയിൽ വിൻ ചെയ്യാൻ സാധിക്കും. ഷാർപ്പ് OTMs സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ മാർക്കറ്റ് വ്യൂ കൂടി ഒന്ന് ആഡ് ചെയ്യുക. ആലോചിക്കുമ്പോൾ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഉണ്ടല്ലോ, 3 മണിയുടെ മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അയൺ കോണ്ടോർ പോയിട്ട് നമ്മൾ സെല്ലേ ചെയ്യില്ല. അത്രയും വലിയ മൂവ്മെന്റ് ആയിരുന്നു. പറ്റുകയാണെങ്കിൽ നമുക്കത് ആ ഒരു ചാർട്ട് സൈഡിൽ ഇട്ട് കൊടുക്കാം. 300 പോയിന്റ് ബാങ്ക് നിഫ്റ്റി താഴെ വീഴുന്നു, ഓൺ സ്പോട്ട് 500 പോയിന്റ് മുകളിൽ പോകുന്നു വിത്തിൻ 5 minutes ഷോർട്ട്. സെല്ലേഴ്സിനെ അത് ഇൻട്രാഡേ നോൺ ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലേഴ്സ്, പ്രത്യേകിച്ച് സ്ട്രാഡിൽ അടുത്തുള്ള അയൺ കോണ്ടോസ്. പക്ഷേ ഇവിടെ നമ്മുടെ സെനാരിയോ വേറെയാണ്. ഇന്ന് രാവിലെ 10 രൂപയുള്ള കോളും പുട്ടും സെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ കോള് മാത്രം സെല്ല് ചെയ്യുന്നു. ഒരു വ്യൂ നോക്കിയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട് കോള് മാത്രം സെല്ല് ചെയ്യുന്നു, 10 രൂപയുള്ളത്. എങ്ങനെ നോക്കിയാലും അത് ലോസ് വരാനുള്ള സാധ്യത 1% മാത്രമേ ഉള്ളൂ. 99% കേസുകളിലും നമ്മൾ പ്രോഫിറ്റബിളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ചെയ്യാം. ഒരു 0.3% ഒരു ദിവസം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഒരു 3% ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഷാരിക്കിൻ്റെ സ്ട്രാറ്റജീനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജി നമുക്ക് കുറച്ചുകൂടി പ്രീമിയംസ് ചൂസ് ചെയ്യുന്നുണ്ട്. ഒരു 300-350 രൂപ ഒരു പെയറിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കറക്റ്റ് 50,000 രൂപ വെച്ച്. പക്ഷേ മേ ബി എനിക്ക് തോന്നുന്നു അവരുടെ മാർക്കറ്റ് വ്യൂ കൂടെ ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹം ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പക്ക സിസ്റ്റമാറ്റിക് ആണ്. സിസ്റ്റം ട്രേഡ്സ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. മാർക്കറ്റിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, നമുക്ക് നമ്മുടെ വ്യൂവിനെയൊക്കെ കൂടുതൽ നമ്മുടെ റൂൾസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിയിരിക്കുന്നത് എവിടെയാണ്? ഇമോഷൻസിലാണ്. റൈറ്റ്. അല്ല, നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. മാർക്കറ്റിൻ്റെ ഓരോ ക്യാൻഡിൽ കാണുമ്പോൾ ഇമോഷൻസ് വരിക. ഇത് ഒഴിവാക്കണമെങ്കിൽ ചാർട്ട് കാണാതിരുന്നാൽ മതി. ഓപ്ഷൻ ചെയിൻ മാത്രം നോക്കിക്കൊണ്ട് 300-400 രൂപ പ്രീമിയം ഉള്ളത് മാത്രം സെല്ല് ചെയ്ത് SL അല്ലെങ്കിൽ ടാർഗറ്റ് ഇങ്ങനെ മാത്രം നോക്കാമല്ലോ. പക്ഷേ നമ്മളിപ്പോൾ സെല്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല, ചെറിയ പ്രീമിയം ഉള്ള സെല്ല് ചെയ്യുക. ചില ആളുകൾ പ്രീമിയം ചെറുതാണെന്ന് വിചാരിച്ചാൽ അതൊക്കെ ബൈ ചെയ്ത് വെക്കാറുണ്ട്. അത് എന്താണ് ഓപ്ഷൻസ് എന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഒരു സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ്, ഓപ്ഷൻ ബയ്യേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആൾക്കാരെ ഞാൻ 5 കൊല്ലം മുമ്പൊക്കെ അറിയുന്ന ചില ആൾക്കാരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട്. കുറേ ബ്രോക്കറേജ് അടിച്ചെടുക്കാൻ വേണ്ടി മാത്രം അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് വേണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ, ഇപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അടിപൊളി വീഡിയോ ആണ്. സെല്ല് ചെയ്യുന്നു, അതിനേക്കാൾ ഫാർ OTM പോയിട്ട് ബൈ ചെയ്യുന്നു. അപ്പോൾ മിനിമം ക്യാപിറ്റൽ ഒരു 4 പേർ 2 സെല്ല് 2 ബൈക്ക് കൂടി ചെയ്യാനായിട്ടൊരു, ഇപ്പോഴത്തെ കേസിൽ ബാങ്ക് നിഫ്റ്റി ഒക്കെ ആണെങ്കിൽ 50,000-60,000 രൂപ. ഒരു 5 പേരെങ്കിലും ചെയ്താൽ മാത്രമാണ് ബ്രോക്കറേജും ചാർജസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെറിയൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ചെന്ന് ATM മെഷീൻ ഉരയ്ക്കുന്ന പോലെ ഉരയ്ക്കുന്നു, കാശ് കിട്ടുന്നു, അങ്ങനെ ഒരു സംഭവമല്ല. ഗ്രാജ്വലി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സൈഡായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ ഈവൻ ചെറിയൊരു പ്രോഫിറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഷാരിക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള 1-2 ട്രേഡേഴ്സ്, എനിക്ക് ശ്രേയസ് ബണ്ടി, അതുപോലെ തന്നെ പ്രഫുൽ കുൽക്കർണി, ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇവരൊക്കെ ഇത്തരത്തിൽ ഫാർ OTMs സെല്ല് ചെയ്ത് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന ട്രേഡേഴ്സ് തന്നെയാണ്. വേറെ കുറേ പേരൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ, വേറെ കുറേ ട്രേഡേഴ്സ് ഇത്തരത്തിലുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ, ഇവരൊക്കെ പലരും മാനുവൽ ഇൻപുട്ട്സ് കൂടിയും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ആൽഗോസ് ഭയങ്കരമായിട്ട്, നോർമൽ ആൽഗോസ് ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇത്തരത്തിലുള്ള ആൽഗോസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്ട്രാങ്കിൾസൊക്കെ സെറ്റ് ചെയ്ത് ഇടും. അത്തരത്തിലുള്ള ട്രേഡ്സിൻ്റെ SL അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഫ്രീ ട്രേഡ് കൂടുതൽ വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി ചെയ്തു, ഒരു ഫ്രീ ട്രേഡ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും. നമ്മൾ 6 രൂപയ്ക്കോ 15 രൂപയ്ക്കോ സെല്ല് ചെയ്ത ഒരു കോള് പോയി ഹിറ്റാവുന്നത് 150 രൂപയ്ക്കാണെന്ന് കരുതുക. പിന്നെ 15 ദിവസം വേണ്ടി വരും നമുക്ക് അന്നടിച്ച ലോസ് കവർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 100 ദിവസം ട്രേഡ് ചെയ്തു, 70 ദിവസം പ്രോഫിറ്റ്, 30 ദിവസം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ ലോസായി പോകും. പക്ഷെ ഇവിടെ എന്ത് വേണം, 100 ദിവസം ട്രേഡ് ചെയ്തു, 100 ദിവസവും പ്രോഫിറ്റ് വേണം.
ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ പ്രീമിയംസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. 3% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ മന്ത് അതൊരു ചെറിയ നമ്പറേ അല്ല, ഹ്യൂജ് നമ്പറാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല ആൾക്കാരുടെയൊക്കെ നമ്മുടെ ആൽഗോസിൻ്റെ റിട്ടേൺസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഓക്കെ നമ്മൾ ആവറേജ് ഒരു 2-3% റിട്ടേൺ ഉണ്ടെന്ന് പറയുമ്പോൾ 2-3% എന്ത് ആവശ്യം എന്ത് കാര്യമുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ ഇത് പാസീവാണ്, അവർ മാനുവലി പോലും അല്ല ചെയ്യുന്നത്, ഇത് കംപ്ലീറ്റ് പാസീവായിട്ടാണ് ആൽഗോ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് 3% റിട്ടേണിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആൾക്കാരോടാണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഷാരിഖിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് വീക്കിലി 1% എന്ന്. അപ്പോൾ ആരാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്? അത്യാവശ്യം നല്ല കോമൺ സെൻസുള്ള, ട്രേഡിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വന്ന്, അത്യാവശ്യം ക്യാപിറ്റലുള്ള, മീഡിയം ആൻഡ് ലോ റിട്ടേൺസ് മാത്രം മതി, കൺസിസ്റ്റൻസി മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസിനെ അഡോപ്റ്റ് ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള ഗ്രോത്ത് അദ്ദേഹം ആ ഒരു സ്ട്രാറ്റജി ചെയ്ത് കാണിച്ച് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ആർക്ക് വേണമെങ്കിലും അത് അഡോപ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്ന് പഠിക്കാം. പക്ഷേ ഫീക്ക് ട്രേഡുകളെയും അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസിനെ ഒഴിവാക്കാനായിട്ട് ഇൻട്രാഡേയിൽ മാത്രം വേണമെങ്കിൽ ബിഗിനേഴ്സിന് ഇത് ചെയ്തുകൊണ്ട് സ്വന്തം റൂൾസ് ഇമ്പ്രൂവ് ചെയ്യുക. എങ്ങനെ റൂൾ ഇമ്പ്രൂവ് ചെയ്യാം? പണി കിട്ടി തന്നെ പഠിക്കുകയൊന്നും വേണ്ട. സ്റ്റോക്ക് മോക്ക് പോലുള്ള ടൂളുകളില്ലേ, ഈ ടൂളുകളിൽ ഈ സ്ട്രാറ്റജി സിമുലേറ്റ് ചെയ്യാം. ഓക്കെ, പണ്ട് ഞാനിത് ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടേനെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷത്തെ ഡേറ്റയിൽ കുത്തിയിരുന്ന് സിമുലേറ്റ് ചെയ്ത് ഈ സ്ട്രാറ്റജി ഫൈൻ ട്യൂൺ ചെയ്ത് സ്വന്തം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്ത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ മാർക്കറ്റിൽ രക്ഷപ്പെടുത്തുള്ളൂ. എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത്ര ഒരു പേഷ്യൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന പലർക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇനീഷ്യലായിട്ടുള്ള കാര്യം. ഓക്കെ, ഉറപ്പായിട്ടും അതാണല്ലോ പലരും 10-9 ആൾക്കാരും പരാജയപ്പെടാനുള്ള റീസൺ. അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ബിഗിനേഴ്സ്. എന്നിട്ട് ഇത്തരത്തിലുള്ള സിമ്പിൾ സ്ട്രാറ്റജിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും ഒരു 2 ദിവസം കൊണ്ട് പഠിക്കാം. ഇപ്പോൾ സ്റ്റോക്ക് മോക്ക് എങ്ങനെ പഠിക്കണം, സ്റ്റോക്ക് മോക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റോക്ക് മോക്ക് ട്രേഡ് ടോക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്, പ്രോഫിറ്റ് വളരെ കുറവാണെന്നല്ല, ആളുകൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10%. ഇവിടെ മന്ത്ലി 3% അല്ലെങ്കിൽ 2%. പക്ഷെ അതാണ് റിയാലിറ്റി എന്നുള്ളത് ആളുകൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. റിയാലിറ്റി ഉള്ള ആൾക്കാരെല്ലാം പ്രോഫിറ്റബിൾ ആണ്. ഈ മന്ത്ലി 2%, 3% മതി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഈ 2%, 3% ഒക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ചില ആൾക്കാർക്കും ഈ 2% ഒന്നും പോരാ. അവർ പലരും സ്ട്രാഡിൽസും അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രാഡേ സ്ട്രാഡിൽസൊക്കെ കൂടുതൽ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും SL ആണ്, എല്ലാ ദിവസവും കോളും പുട്ടും ഒക്കെ SL ആണ്. ഡെയിലി 5%, 3% ലോസാണ്, ഒരു ദിവസമൊക്കെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ അവരുടെ വിന്നിങ് റേറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിയലിസ്റ്റിക്കിലോട്ട് വരിക. മാർക്കറ്റ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി വരികയാണ്, റീറ്റെയിലേഴ്സിന് ട്രേഡ് ചെയ്യാൻ പാടായി വരികയാണ്. ആൽഗോ ഉറപ്പ് ഹെഡ്ജ് ഫണ്ടുകളുടെ ആൽഗോ. പിയാസുന്ദർ ഒരു വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. US നിന്നുള്ള ഹെഡ്ജ് ഫണ്ടുകൾ ഇന്ത്യയിൽ വളരെ മികച്ച ആൽഗോ ട്രേഡ്സ് ചെയ്യുകയും നമ്മുടെ കാശ് തൂത്തുവാരി കൊണ്ടുപോകുന്നുണ്ടെന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ന്യൂസ് റിപ്പോർട്ടൊക്കെ ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കി നമ്മൾ സേഫ് സോൺ കളിച്ചില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് പണി കിട്ടും. ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആൽഗോ ട്രേഡിങ്ങിൻ്റെ കാര്യമാണ്. ബിക്കോസ് ഇമോഷൻ നമുക്ക് അവിടെ ഒരു ബേർഡനായിട്ട് വരുന്നേ ഇല്ല. കാരണം സിസ്റ്റം തന്നെയാണ് എല്ലാ ട്രേഡ്സും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഒരു കമ്പ്യൂട്ടറായിട്ട് മാറാം, നമ്മുടെ ഇമോഷൻസ് കുറച്ച് നമ്മൾ ട്രേഡ് ചെയ്യാം. അല്ലാതെ എന്താ ചെയ്യുക, മാർക്കറ്റിൽ സർവൈവ് ചെയ്യണ്ടേ. ഇനിയിപ്പോൾ ഇത്രയും പ്രോഫിറ്റ് പോരെ. ഇപ്പോൾ വേറെ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജിനെ കുറിച്ച് പറഞ്ഞാൽ വേറെ ടൈപ്പ് ട്രേഡേഴ്സ് ഉണ്ട്. എത്ര പ്രോഫിറ്റ് കിട്ടിയാലും എടുക്കാം. അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അവർക്ക് എത്ര കിട്ടിയാലും ഇമോഷൻ ഇല്ല, ഒരു മീഡിയം പോയാലും അവർക്ക് ഇമോഷൻ ഇല്ല. അപ്പോൾ കിട്ടിയാലും അവർക്ക് ലിമിറ്റും ഇല്ല. എത്ര കിട്ടിയാലും അവർ പുതിയ ട്രേഡ്സ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 100,000 1-2 ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 10,000 ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളൂ പേഴ്സണലി. അങ്ങനെ ഒരാളാവാൻ എല്ലാവർക്കും പറ്റില്ല ഒരിക്കലും. ഒരു നല്ല IQ വേണം, ഒരു ക്ഷമ വേണം. അവർ സ്പെഷ്യലായിരിക്കും. അവർ നോർമൽ പീപ്പിൾസിന് ഇത് സാധിക്കില്ല. അപ്പോൾ നോർമൽ പീപ്പിൾസ് അത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ നോർമലാണോ അല്ലയോ എന്ന് ട്രൈ പോലും ചെയ്യാതെ നമ്മൾ നോർമലാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലായോ ഇതൊന്നും നമ്മൾ പറ്റണ പരിപാടിയല്ല. വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ
ഞാനത് അങ്ങനെ കുറേ കാശ് കൊണ്ടേ കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, റീലായിട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ട്രേഡിങ് നിർത്താൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പ്രോഫിറ്റബിൾ, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്ന, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആകാൻ പോകുന്ന പല സ്ട്രാറ്റജീസും ഉണ്ട്. അതിന് തിരിച്ചറിയുക. അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഇമോഷൻ ഇല്ലാതെ സിസ്റ്റമാറ്റിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിങ് എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആക്കാം. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് തംബ്നെയിലിൽ വയ്ക്കാം, എല്ലാവർക്കും പ്രോഫിറ്റ് കൊടുക്കുന്ന സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇത് എങ്ങനെയാണ്? എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടും ഈ സ്ട്രാറ്റജിയിൽ. കാരണം എന്തുകൊണ്ടാണ്? കാരണം ബയ്യേഴ്സ് ഈസ് ദർ. അത്രയും ബയ്യേഴ്സിൻ്റെ മണി പോകുന്നത് കൃത്യമായിട്ട് ഇത്ര ഫാർ ഡീപ്പ് OTMസിൽ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ബയ്യേഴ്സ് ഉണ്ടോ, സെല്ലേഴ്സ് കാശുണ്ടാക്കും. കാരണം 90% ഓപ്ഷൻസിൻ്റെ പ്രീമിയം ഡീക്കിയായി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. FIs വന്ന് എന്താ ചെയ്യുന്നത്? ബൈ ചെയ്യേണ്ട സമയത്ത് അവർ ബൈ ചെയ്യുന്നുണ്ട്, മാസീവായിട്ട് അവർ എല്ലാ സ്ട്രൈക്കുകളിലും സെല്ലിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ട്, വേണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇപ്പോൾ ബൈ ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ചോളം ബൈ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ 10 ലക്ഷം രൂപയുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് 50,000 രൂപയ്ക്ക് ബൈ ചെയ്യാം. ബാക്കി 9.5 ലക്ഷം രൂപയ്ക്ക് 1% വെച്ച് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ബൈയിൽ നിന്ന് കിട്ടുന്ന പൈസ ബോണസാവും. ഇത് കൃത്യമായിട്ട് മാറ്റി വയ്ക്കാനും പറ്റും. ട്രൈ ചെയ്ത് നോക്കുക ഈ സ്ട്രാറ്റജീസ്. എല്ലാവരും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് ചെയ്യും, അതിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ സ്വിങ്ങിലേക്ക് വരും. സ്വിങ് കഴിഞ്ഞ് അതിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ കൊള്ളാമെന്ന് വിചാരിച്ച ഓപ്ഷനിലേക്ക് വരും. ഓപ്ഷനിൽ എല്ലാവരും ആദ്യം ട്രൈ ചെയ്യുന്ന ഓപ്ഷൻ ബൈയിങ് ആണ്. അതിൽ ലോസ് വന്ന് എല്ലാവരും അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ സെല്ലിങ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പലരും എത്തുന്നില്ല എന്നുള്ളത് ഒരു അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ സ്ട്രാറ്റജി ചെയ്യാനായിട്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. തീറ്റഡിക്കിനെ കുറിച്ച് ഇപ്പോൾ ഈ പാരാമീറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചില്ല എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രീമിയം മൂവ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അത് പാരാമീറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ പ്രീമിയം മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിൽവിയാന്ന് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ പാരാമീറ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ കണ്ടു, ഇത് പഠിപ്പിക്കാൻ മാത്രമേ കൊള്ളുള്ളൂ, പാരാമീറ്റേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ള ടോക്ക് കേട്ടു. ഓക്കെ, പാരാമീറ്റേഴ്സ് പഠിക്കണ്ട, പക്ഷേ പ്രീമിയം മൂവ്മെൻറ്റ് പഠിക്കണം. അപ്പോൾ പ്രീമിയം മൂവ്മെൻറ്റ് എങ്ങനെ പഠിപ്പിക്കും? പാരാമീറ്റേഴ്സ് വെച്ച്, പാരാമീറ്റേഴ്സിൻ്റെ ലോജിക്സ് വെച്ച് വളരെ പെട്ടെന്ന്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്ഷൻ ചെയ്ത് ഇത് മനസ്സിലാക്കി. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ലോസ് വരുത്തി ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ, വണ്ടിക്ക് ആക്സിലേറ്ററും ക്ലച്ചും ഗിയറും ഉണ്ടെന്ന് പഠിപ്പിക്കേണ്ട, വണ്ടി ഓടിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല, പറഞ്ഞു കൊടുക്കണം ദിസ് ഇസ് ആക്സിലേറ്റർ. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട. ഒരു സ്കില്ലുള്ള ഒരാൾ ഇത് ആക്സിലേറ്ററും ക്ലച്ചും അല്ല എന്ന് പറഞ്ഞ് പയ്യെ വണ്ടിയൊക്കെ മൂവ് ചെയ്ത് പയ്യെ അവരെന്ത് പഠിക്കും? ഇത് ചവിട്ടിയ വണ്ടിക്ക് സ്പീഡ് കൂടും, ഇത് ചവിട്ടിയ വണ്ടി നിൽക്കും, ഇത് ചവിട്ടിയാലേ ഗിയർ മാറ്റാൻ പറ്റുള്ളൂ എന്ന് പഠിക്കാം. ഇതുപോലെ തന്നെയാണ് പാരാമീറ്റേഴ്സ് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രീമിയത്തിൽ എല്ലാം ഡിസ്കൗണ്ടഡ് ആണ്. പ്രീമിയം മൂവ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയിലോട്ടൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വിൻ ചെയ്യാം എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും വിൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് വളരെ കുറവാണ്. പക്ഷേ ഇത് കേട്ടാലും എല്ലാവർക്കും വിൻ ചെയ്യാമെന്ന് കേട്ടാലും എത്ര ആൾക്കാർ വിൻ ചെയ്യാൻ പോകും എന്ന് ആലോചിച്ച് 1% ഇവരെന്തേ ഇരുന്ന് സംസാരിക്കുന്നതെന്നായിരിക്കും ചില ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പോൾ 1% മാത്രം മതി, അല്ലെങ്കിൽ ഒരു ദിവസം 0.3 മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അയൺ കോണ്ടോസ് പോലുള്ള വളരെ റിസ്ക് കുറഞ്ഞ 100-ൽ 99% പ്രോഫിറ്റബിൾ വരാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള അയൺ കോണ്ടോസ് 0.3% ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ചെയ്ത് വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന പലരെയും എനിക്ക് പേഴ്സണലി അറിയാം. ഷാരിഖിൻ്റെ വീഡിയോ വന്നുകൊണ്ട് മാത്രമല്ല മറ്റ് പലരെയും എനിക്ക് പേഴ്സണലി അറിയാം. കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തു പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഡീസൻ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ പറയാനായിട്ട് ശ്രമിച്ചത്. അടുത്ത ഒരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.